ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. തന്റെ ഭർത്താവ് തന്നെയാണ് തന്റെ വളർത്തമ്മയുടെ യഥാർത്ഥ മകനെന്നറിഞ്ഞ പ്രതയ്ക്ക് പെട്ടെന്ന് തല കറങ്ങുന്ന പോലെ തോന്നി. എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് പ്രത സീമയെ നിലത്തേക്ക് നിർത്തി. പ്രതയും മനുഷ്യരൂപത്തിലേക്ക് തിരിച്ചു വന്നു. ഈ സത്യങ്ങളെല്ലാം പുറത്തുനിന്നും യഥാർത്ഥ ഋഷി കേൾക്കുന്നുണ്ടായിരുന്നു. ഇനിയൊരു ഫ്ലാഷ് ബാക്ക് ആണ്. ഫ്രണ്ടിന്റെ കോൾ വന്നതും ഋഷി താഴത്തെ നിലയിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ മാന്യത അവിടേക്ക് വന്നിരുന്നു. മോനെ ഋഷി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അല്ല, നിങ്ങളാരാ? മോനെ, ഞാൻ എല്ലാം പറയാം. നിന്റെ ഭാര്യ പ്രത, അവൾ നിരപരാധിയാണ്. ശേഷം സകല സത്യങ്ങളും മാന്യത ഋഷിയോട് പറഞ്ഞിരുന്നു. മാന്യത പറയുന്ന മത്സ്യലോകത്തിന്റെ സത്യങ്ങൾ വിശ്വസിക്കാൻ ഋഷിക്ക് കഴിഞ്ഞില്ല. ഇല്ല, ഇതൊന്നും സത്യമല്ല. എന്റെ ദീപിക അങ്ങനൊന്നും ചെയ്യില്ല. മാത്രമല്ല, ഈ മത്സ്യലോകം അതൊക്കെ കഥകളിൽ മാത്രമാണ്. അല്ല മോനെ, നീ വിശ്വസിക്കും. നിന്റെ കൺമുന്നിൽ ഞാൻ കാണിച്ചു തരാം സത്യം എന്തെന്ന്. ശരി, നിങ്ങളിപ്പോ പറഞ്ഞ പോലെ തെളിയിക്ക് പ്രത നിരപരാധിയാണെന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഋഷി മാന്യതയെ നോക്കി. മോനെ, നീ പേടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മാന്യത ഋഷിയുടെ മുന്നിൽ വെച്ച് അവന്റെ രൂപം സ്വീകരിച്ചു. ഋഷി അത് കണ്ടതും ഒന്ന് അടിപതറി. ഇത് നിങ്ങൾ ആരാ എന്നൊക്കെ ഋഷി ചോദിക്കാൻ മുതിർന്നെങ്കിലും അതിനൊന്നും മറുപടി പറയാതെ, എല്ലാം നിന്റെ മുന്നിൽ നീ നേരിട്ട് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഋഷിയെ മീറ്റിംഗ് നടക്കുന്ന റൂമിന് മുൻപിൽ കൊണ്ടുപോയി മാന്യത ഒളിപ്പിച്ചു നിർത്തിയിരുന്നു. മോനെ, ഞാൻ നിന്നെ വിളിക്കുന്നത് വരെ നീ അകത്തേക്ക് വരരുത്. ഇവിടെ നിന്നുകൊണ്ട് നീ കേൾക്ക്. നിന്റെ പ്രിയപ്പെട്ട ദീപിക തന്നെ പറയും നടന്നത് എന്തെന്ന്. ആരുടെയും ശ്രദ്ധയിൽപ്പെടേണ്ട, സൂക്ഷിച്ചോ. ഇത്രയും പറഞ്ഞ് ഋഷിയായി മാറിയ മാന്യതയായിരുന്നു യഥാർത്ഥത്തിൽ മീറ്റിംഗ് ഹാളിനകത്തേക്ക് കയറിയത്. ശരിക്കും പറഞ്ഞാൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ട്രാൻസ്പാരന്റ് ഗ്ലാസിന് പിന്നിലൂടെ ഋഷി കൺമുന്നിൽ കാണുകയായിരുന്നു ഇത്ര നേരവും. ഋഷിക്ക് മുന്നിൽ സത്യങ്ങൾ തെളിയിക്കാനായിരുന്നു മാന്യത ഋഷിയുടെ രൂപത്തിൽ മീറ്റിംഗ് ഹാളിലേക്ക് വന്നതും. ഋഷിയാണ് മാന്യതയുടെ ചോരയെന്ന് കൂടി കേട്ടപ്പോൾ ഋഷി ആ വാതിൽ തള്ളി തുറന്ന് പെട്ടെന്ന് അകത്തേക്ക് കയറി. ഋഷിയെ കണ്ടതും എല്ലാവരും ഞെട്ടി. താനൊരു ഇച്ഛാധാരി മത്സ്യത്തിന്റെ മകനാണെന്ന് തിരിച്ചറിഞ്ഞതും ഋഷിക്ക് എന്തോ പോലെ തോന്നി. പെട്ടെന്നാണ് ഋഷി ആ കാര്യം ഓർത്തത്. തന്റെയും പ്രതയുടെയും ജനന ദിവസങ്ങൾ ഏകദേശം അടുത്താണ്. തന്റെ ചെവി കൊണ്ട് കേട്ടതൊക്കെ സത്യമാണെന്ന് ഋഷിക്ക് മനസ്സിലായി. ഒരു നിമിഷത്തിന്റെ ഞെട്ടലിന് ശേഷം പ്രത വീണ്ടും സീമയെ പൊക്കി പറഞ്ഞുകൊണ്ട് ചോദിച്ചു, പറയടി സത്യം, സത്യം എന്തെന്ന് പറ. എങ്ങനെയാ ഞാൻ മാന്യതയമ്മയുടെ മകളായതെന്നും ഋഷിയേട്ടൻ എങ്ങനെയാണ് ഗുജറാൾ വീടിന്റെ പുത്രനായതെന്നും പറയാതെ നിന്നെ ഞാൻ വിടില്ല. ഇത്രയും പറഞ്ഞ് സീമയെ പ്രത ഉപദ്രവിച്ചു തുടങ്ങി. ഈ ശബ്ദകോലാഹലങ്ങളെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് കയറി വന്ന ലളിതിനെയും മാധവനെയും ഹരീഷിനെയും പ്രത തന്റെ വാലാൽ അടിച്ചു വീഴ്ത്തി. മേഘ അവരെ ചുറ്റിയെടുത്ത് ചുമരിലേക്ക് ഇടിച്ചു. അവർ മൂവരും ആ മീറ്റിംഗ് ഹാളിൽ കിടന്ന് മരിച്ചു. പ്രത വീണ്ടും സീമയെ ഉപദ്രവിച്ചു തുടങ്ങി. പെട്ടെന്ന് സീമ പറഞ്ഞു, പറയാം, അല്ല ഞാൻ പറയാം. എന്നെ ആദ്യം നിലത്ത് നിർത്ത്. സീമയെ പ്രത നിലത്ത് നിർത്തി. സീമ 25 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ കഥ പറയാൻ തുടങ്ങി. എന്റെ സഹോദരി മാന്യത പ്രസവ വേദന എടുത്ത് പൊളയുന്ന സമയത്ത് തന്നെ തുടങ്ങിയതായിരുന്നു എന്റെ പ്ലാനിങ്. എന്റെ കൂടെ അന്ന് സഹായിയായി ഒരാളുണ്ടായിരുന്നു. ഒരു ഇച്ഛാധാരി മത്സ്യകനികയായിരുന്നു അത്. അവൾ ഒരു കുഞ്ഞിന്റെ രൂപത്തിലേക്ക് മാറി. മാന്യത പ്രസവിച്ച കുഞ്ഞിനെ ഞാൻ മാറ്റി. പകരം അവിടെ കുഞ്ഞിന്റെ രൂപം സ്വീകരിച്ച ആ മത്സ്യകനികയെ കിടത്തി. തന്റെ കുഞ്ഞൊരു പെൺകുഞ്ഞാണെന്ന് മാന്യത വിശ്വസിച്ചു. ഋഷി എന്ന യഥാർത്ഥ കുഞ്ഞിനെ ആരും കാണാതെ ഞാൻ കടപ്പുറത്തേക്ക് കൊണ്ടുവച്ചു. അവനെ ഏതെങ്കിലും നായ്ക്കൾ വന്ന് തിന്നട്ടെ എന്ന് കരുതിയാണ് ഞാൻ ആദ്യം അവനെ അവിടെ കൊണ്ടുവച്ചത്. ശേഷം ഞാൻ ഒരു നിമിഷം തിരിഞ്ഞു നോക്കവെയാണ് അവിടേക്ക് ലളിതും ചന്ദനയും കൂടി നടന്നു വരുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. കടൽക്കരയിൽ കാറ്റുകൊള്ളാനായി വന്ന അവർ ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടതും കുഞ്ഞിനരികിലേക്ക് പോയി. കുറച്ചുനേരം ആ കുഞ്ഞിനരികിൽ നിന്ന് മറ്റു നിവൃത്തിയില്ലാതെ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ മനസ്സ് കാട്ടാതെ അവരോടൊപ്പം ആ കുഞ്ഞിനെയും അവർ കൊണ്ടുപോവുകയായിരുന്നു. ഇതെല്ലാം കണ്ടു നിന്ന് ഞാൻ ആ കുഞ്ഞിനെ തിരികെ വാങ്ങാൻ ചിന്തിച്ചെങ്കിലും അപ്പോഴാണ് എന്റെ മനസ്സിൽ മറ്റൊരു ബുദ്ധി ഉദിച്ചത്. മത്സ്യറാണിയുടെ മകനാണ് ആ കുഞ്ഞ്. ഭാവിയിൽ ഒരുപാട് ശക്തികൾ കൈവരിക്കപ്പെടാൻ സാധ്യതയുള്ള കുഞ്ഞ്. ആ കുഞ്ഞ് മരിക്കുന്നതിനേക്കാൾ നല്ലത് മറ്റെവിടെയെങ്കിലും ജീവിക്കുന്നതാണെന്നും എന്നെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആ കുഞ്ഞിനെ ഉപകരിക്കാമെന്നും കരുതിക്കൊണ്ട് കുഞ്ഞിനെ കൊന്നുകളയണമെന്നുള്ള എന്റെ പ്ലാനിങ് ഞാൻ മാറ്റുകയായിരുന്നു. പിന്നീട് ലളിതിനെയും ചന്ദനെയും പിന്തുടർന്നാണ് ഞാൻ ഈ ഗുജറാൾ ഹൗസ് വീണ്ടും കണ്ടെത്തിയത്. തൊട്ടടുത്ത ദിവസത്തിൽ മത്സ്യറാണി മേഘ പ്രസവിച്ച വിവരവും ഞാൻ അറിഞ്ഞു. പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞ ഞാൻ നെന്മാറ കടൽ തീരത്തേക്ക് പോയി. തിരികെ ഞാൻ വന്നത് ആ കുഞ്ഞിനെയും കൊണ്ടായിരുന്നു. പ്രത എന്ന മത്സ്യറാണിയുടെ കുഞ്ഞിനെയും കൊണ്ട്. ആ കുഞ്ഞിനെ സ്വന്തമാക്കുന്നതിനിടയിൽ ആ മഹിയുടെ കുടുംബത്തെ മുഴുവൻ ഞാൻ കൊന്നു. കുഞ്ഞുമായി തിരികെ ശംഖുമുഖത്തെത്തിയ ഞാൻ ആ കുഞ്ഞിനെ മാന്യതയുടെ കുഞ്ഞിന്റെ സ്ഥാനത്ത് നിർത്തി. ശേഷം ആ മത്സ്യകനിക അവളുടെ രൂപത്തിലേക്കും തിരിച്ചു വന്നു. കുഞ്ഞിന്റെ മുഖം മാറിയതുപോലെ തോന്നുമെന്ന് മാന്യത എന്നോട് പറഞ്ഞപ്പോ അത് അവളുടെ തോന്നലാണെന്ന് ഞാൻ വരുത്തി തീർത്തു. അങ്ങനെ പ്രത മാന്യതയുടെ മകളായി വളർന്നു. ഋഷി ഗുജറാൾ ഹൗസിലും വളർന്നു. എന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ലായിരുന്നു.
എന്റെ മകൾ മെഹക്ക് വളർന്നു കഴിയുമ്പോൾ മത്സ്യറാണിയുടെ മകളായ അതീന്ദ്ര ശക്തികളുള്ള പ്രതയെ കൊലപ്പെടുത്തണം. അതിലൂടെ എന്റെ മകൾക്ക് അതീന്ദ്ര ശക്തികൾ ലഭിക്കും. പിന്നീട് മത്സ്യരാജാവാകാൻ പോകുന്ന ഋഷിയുമായി എന്റെ മകളെ ഞാൻ ഇണ ചേർത്താൽ അവൾ ശക്തിശാലിയായ അസുര മത്സ്യകന്യകയായി മാറും. അങ്ങനെ അവക്കും ഇതിനെല്ലാം കൂടി നിന്ന് എനിക്കും പല പല ശക്തികൾ കൊണ്ട് മരണമില്ലാത്തവരാകാനും കഴിയും. ഇതൊക്കെയായിരുന്നു എന്റെ ലക്ഷ്യങ്ങളെങ്കിലും ആ ഗാഥ എനിക്കൊരു തടസ്സമായിരുന്നു. അവളെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഞാൻ പിടിക്കപ്പെട്ടതും ഈ മാന്യത എന്റെ മത്സ്യലോകത്ത് നിന്നും ഇറക്കി വിടുന്നതും. അങ്ങനെ ശുക്ലപക്ഷ പൗർണമി ദിനത്തിൽ മനുഷ്യനുമായി. പക്ഷെ എന്റെ മുന്നിൽ അന്നേരം മറ്റൊരു വഴിയുണ്ടായിരുന്നു. അതായിരുന്നു ഋഷി. അതിനായി ഞാൻ ലളിതുമായി പ്രണയം നടിച്ചു. ചന്ദനയെ കൊന്നു. പിന്നീട് ഞാൻ ലളിതിനെ വിവാഹം കഴിച്ച് ഗുജറാൾ ഹൗസിന്റെ മരുമകളായി എത്തി. വീണ്ടും ഋഷിയെ എന്റെ കയ്യിൽ തന്നെ കിട്ടി. ആർക്കും ഒരു സംശയവും വരാത്ത രീതിയിൽ ഋഷിയുടെയും ഹൃദയഷിന്റെയും അമ്മയായി ഞാൻ കാലം ഇത്രയും ആണു. എന്നെ ഇനിയെങ്കിലും ഉപദ്രവിക്കാതെ നിർത്ത്. ഞാൻ ഇത്രയും പറഞ്ഞില്ലേ? എനിക്കറിയാവുന്ന മുഴുവൻ സത്യങ്ങളും ഞാൻ പറഞ്ഞു. ഇത്രയും പറഞ്ഞ് സീമ കരയാൻ തുടങ്ങി. എല്ലാത്തിനും മാപ്പ് തരണം പ്രദ, എന്നെ താഴെ നിർത്ത്. പ്രദ സീമയെ താഴെ നിർത്തി. അവസാനമായി ഒരു ചോദ്യം കൂടി ബാക്കി. ഋഷിയേട്ടൻ ശരിക്കും ഒരു മത്സ്യകന്യകയുടെ മകനാണ്. അപ്പോൾ ഋഷിയേട്ടന് മത്സ്യമായി മാറേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ഋഷിയേട്ടൻ മത്സ്യമാകാത്തത്? നീ പറയുന്നതിൽ എന്തെങ്കിലും കള്ളമുണ്ടെങ്കിൽ നിന്നെ ഇപ്പോൾ ഈ നിമിഷം ഞാൻ കൊലപ്പെടുത്തും. വേണ്ട, ഞാൻ പറയാം, സത്യം ഞാൻ പറയാം.